ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവസ്വര സന്ദേശമാണ്. ദൈവമേ, ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണമേ, ഈ കുട്ടികളെല്ലാം നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. ഈ പ്രാർത്ഥന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയും ചൊല്ലിക്കൊണ്ട് നടന്ന പ്രാർത്ഥനയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയും വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിംഗിരിനും അവർ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ അവർ പ്രാർത്ഥിച്ചൊരുങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു പ്രാർത്ഥന ചൊല്ലി, കർത്താവേ ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണേ, ഈ കുട്ടികളെല്ലാം നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നവർക്കും ചൊല്ലാവുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് ഈ സമയം ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന സാധിക്കുന്നവരൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, പഠിക്കുക. അങ്ങനെ വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ അടുത്തൊരുങ്ങുന്നവരൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങുക. ധാരാളം കുട്ടികളുണ്ടാവാൻ, ദൈവം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ജന്മം തരാനും അങ്ങനെ ആ കുട്ടികളെയൊക്കെ ദൈവത്തിന് സമർപ്പിക്കാനും ഒരുപാട് നല്ല നല്ല പ്രേക്ഷിതർ, ശുശ്രൂഷകർ, പ്രത്യേകിച്ച് വൈദികർ, സിസ്റ്റേഴ്സ്, വിശുദ്ധർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന, വിശുദ്ധമായ ഈ പ്രാർത്ഥന, വിശുദ്ധരായ വ്യക്തികൾ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണമേ, ഈ കുട്ടികളെ നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണമേ. പറഞ്ഞേ ഹാലേലുയ, ഇരുകരത്ത് പറഞ്ഞേ ഹാലേലുയ. സ്നേഹമുള്ളവരെ, ഈ ദമ്പതികൾ അവർ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ തന്നെ, അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ, ആ വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ അവർ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു. ഈ പ്രാർത്ഥന ചൊല്ലി, ദൈവമേ ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണമേ, ഈ കുട്ടികളെയൊക്കെ നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണേ. ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയത്. അങ്ങനെ ദൈവം അവർക്ക് 9 കുട്ടികളെ കൊടുത്തു. അതിൽ 4 കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, ബാക്കി 5 കുട്ടികൾ പെൺകുട്ടികളായിരുന്നു. ഇതിലേറ്റവും താഴെയുള്ളതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. നമുക്കറിയാം, ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിളിക്കപ്പെടുന്ന ആരാണ്? വിശുദ്ധ കൊച്ചുത്രേസ്യ. അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ അധ്യാപിക എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വേദപാരംഗതയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. മനസ്സിലായോ? പെൺകുട്ടികളെല്ലാവരും മഠത്തിൽ ചേർന്ന് അവരും വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തികളാണ്. അങ്ങനെ ഈ അപ്പനും അമ്മയും വിശുദ്ധരാണ്. അപ്പോൾ കണ്ടോ, ഈ അപ്പൻ്റെ അമ്മയുടെയും ഒരുക്കം, കർത്താവേ ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണേ, ഈ കുട്ടികളെല്ലാം നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണമേ. ഇന്ന് പല മക്കളും പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരും, കുട്ടികളില്ലാത്തവരും ഉള്ളവരൊക്കെ. പക്ഷെ പലരും പ്രാർത്ഥിക്കുന്നത്
ഇങ്ങനെ കണ്ടീഷൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഒരു കുട്ടിയെ തരണമേ, ആ കുട്ടി ആൺകുട്ടിയാവണേ, ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ചിലരിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾക്ക് ഒരു കുട്ടിയെ തരണേ, ആ കുട്ടി പെൺകുട്ടിയാവണേ. അതിന് ചിലർക്ക് പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞങ്ങൾക്ക് 2 കുട്ടികളെ തരണേ, അതിൽ ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയാകണേ. ഇങ്ങനെ 1, 2, 3 അങ്ങനെ നമ്മൾ കണ്ടീഷൻ വന്ന് കർത്താവിനോട് ചോദിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണ്. എന്നാൽ ഈ ദമ്പതികൾ പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം, കർത്താവേ ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണമേ. ഇപ്പോൾ കുട്ടികളില്ലാത്തവരും കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണേ, ഈ കുട്ടികളെല്ലാം നിനക്ക് സമർപ്പിക്കാൻ, പിടിച്ചു വയ്ക്കാനല്ല സമർപ്പിക്കുക. ഇന്ന് പല മക്കളും പല മാതാപിതാക്കളും ദൈവവിളിക്ക് തടസ്സം നിൽക്കുകയാണ്. ദൈവവിളിക്ക് പല തടസ്സങ്ങളുണ്ട്. ദൈവവിളി, അതായത് വൈദികനാകുക, സിസ്റ്ററാവുക, ആ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ വലിയ തടസ്സമായി മക്കളിൽ നിലനിൽക്കുന്നത് മാതാപിതാക്കളൊരു തടസ്സമായി നിൽക്കുകയാണ്. മാതാപിതാക്കൾ ആ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ മക്കളുടെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം. മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു പള്ളിയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു ദമ്പതികൾ, അവർ പ്രത്യേകമായിട്ടിങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുകയും വിശുദ്ധി ജീവിക്കുകയും ചെയ്യുന്ന ദമ്പതികളാണ്. അവരൊരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്കിപ്പോൾ 3 കുട്ടികളുണ്ട്, മറ്റൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ഒന്നുമല്ല, ആ ഉണ്ടാകുന്ന കുട്ടി, അത് പെൺകുട്ടി ആൺകുട്ടി ആരും ആയിക്കോട്ടെ, ആ കുട്ടിക്ക് ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ, അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി തീരാൻ, ഒരു അച്ഛനായി തീരാൻ, സിസ്റ്ററായി തീരാൻ, ആ കുട്ടിയെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവർ പറയുകയാണ്. കണ്ടോ? അപ്പം അങ്ങനെ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന മക്കളൊക്കെ വിശുദ്ധരായ മക്കളായി തീരും. മാതാപിതാക്കളുടെ പ്രാർത്ഥന അതിന് വലിയ ശക്തിയുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഇവിടെ ഒരു ടോക്ക് പറയാനായിട്ട് ഒരു വൺ ഡേ കൺവെൻഷന് ഒരു ബ്രദർ ഒരു ധ്യാന സെൻറ്ററിൽ നിന്ന് വരികയാണ്. ആ ബ്രദർ ടോക്ക് കഴിഞ്ഞ് സംഗീതത്തിലേക്ക് വന്നപ്പോൾ സഹോദരൻ്റെ കയ്യിൽ ചെറിയൊരു പുസ്തകം എന്നെ കാണിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഈ പുസ്തകം ഇവിടെ ഒന്ന് വിതരണം ചെയ്യാമോ, ഞാൻ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുസ്തകം നോക്കിയപ്പോൾ ഏതാനും പേജുകളുള്ള അജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന പേരുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എന്താണ് ഈ അജാത ശിശുക്കൾ? അദ്ദേഹം പറഞ്ഞു, അച്ഛാ അജാത ശിശുക്കൾ എന്ന് വെച്ചാൽ ജനിക്കാതെ പോയ ശിശുക്കൾ. അതിൽ 2 വിഭാഗക്കാർ പെടും. ഒന്ന് അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, അജാത ശിശുക്കളാണ്. രണ്ടാമത് ദൈവം തരാൻ ആഗ്രഹിച്ചിട്ട് ദമ്പതികൾ സ്വീകരിക്കാതെ പോയ ശിശുക്കൾ. അതായത് ഒരു ദമ്പതികൾക്ക് ദൈവം 5 കുട്ടികളെ തരാൻ ആഗ്രഹിച്ചു എന്ന് കരുത്, എന്നാൽ ആ ദമ്പതികൾ 3 കുട്ടികളെ മാത്രമേ സ്വീകരിച്ചുള്ളൂ. ബാക്കി 2 കുട്ടികളെ അവർ വേണ്ടെന്ന് വെച്ചു. അത് ഏത് രീതിയിൽ, ചിലപ്പോൾ ഇങ്ങനെ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിച്ചോ, ഗർഭനിരോധന ഗുളികകളോ, അല്ലെങ്കിൽ ഗർഭനിരോധന ഉറകൾ കോണ്ടംസ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഓറസെറ്റ്സ്, അല്ലെങ്കിൽ വേറെ പല രീതിയിൽ ആ 2 കുട്ടികളെ വേണ്ടെന്ന് വെച്ചു. ദൈവം തരാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ ദമ്പതികൾ അത് സ്വീകരിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വിളിക്കുന്ന പേരാണ് അജാത ശിശുക്കൾ എന്ന് ഈ സഹോദരൻ എന്നോട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് കൂട്ടിച്ചേർത്ത് ഉദാഹരണമായിട്ട് പറഞ്ഞത് ദാവീദിൻ്റെ തൈലാഭിഷേകത്തെ പറ്റി പറയുകയാണ്. സാമുവേൽ ദാവീദിനെ തൈലാഭിഷേകം ചെയ്യാൻ പോയപ്പോൾ ജെസയുടെ 8 പുത്രന്മാരിൽ 8ാമത്തവനായി ജനിച്ചവനാണ് ദാവീദ്. 7 പുത്രന്മാരെയും പറ്റി കർത്താവ് പറഞ്ഞു, ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല, ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല, ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ജെസ തൻ്റെ മക്കൾ 7 പേരെ കൊണ്ടുവന്നു സാമുവേലിൻ്റെ മുമ്പിൽ. പക്ഷേ സാമുവേൽ പറഞ്ഞു, ഇവരാരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, ഇനി ഏതെങ്കിലും മക്കൾ നിനക്കുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരു കുട്ടിയുണ്ട്, ഇനി ആ കൂടി ഒരു കുട്ടി, ഏറ്റവും അവസാനത്തെ 8ാമനായി ജനിച്ച കുട്ടി, അതവൻ ആടിനെ തീറ്റാൻ പോയിരിക്കുകയാണ്. അപ്പോൾ സാമുവേൽ അവനെ കൊണ്ടുവരാൻ പറയുകയാണ്. അവനെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറഞ്ഞു, ഇവനാണ് ഞാൻ തിരഞ്ഞെടുത്ത ആ രാജാവ്, അവനെ അഭിഷേകം ചെയ്യാൻ പറയുകയാണ്. അന്ന് മുതൽ ശക്തമായ അഭിഷേകം ദാവീദിൽ വന്ന് നിറയുകയാണ്. അതാണ് ദാവീദ് രാജാവ്, ഇസ്രായേൽക്കാർ കണ്ട ഏറ്റവും വലിയ ശക്തനായ ഒരു രാജാവ്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെന്ന് ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു വ്യക്തിയെ പറ്റിയാണ്. അത് ഈ ദാവീദ് രാജാവിനെ പറ്റിയാണ്. വലിയ പറഞ്ഞേ ഹാലേലുയ, പറഞ്ഞേ ഹാലേലുയ. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഈ ജെസ എന്ന പേരുള്ള ഈ അപ്പൻ ഒരു 5 കുട്ടികളുണ്ടായപ്പോൾ പ്രസവം നിർത്തി എന്ന് കരുത്, ഇനി കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിൽ ഇത്രയും ശക്തനായ ഒരു ദാവീദ് എന്ന പേരുള്ള രാജാവ് ഇസ്രായേൽ ജനത്തിനുണ്ടാവുമോ? ഇങ്ങനൊരു രാജാവിനെ നമുക്ക്, ഇങ്ങനൊരു ശക്തനായ വിശുദ്ധനായ ഒരു വ്യക്തിയെ നമുക്ക് ഈ ലോകത്തിന് ലഭിക്കുമോ? ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? ഇദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ വിശുദ്ധരായ പല വ്യക്തികൾ, ദൈവം തരാൻ ആഗ്രഹിച്ചവർ, അങ്ങനെ നമ്മുടെ തന്നെ പല അനാസ്ഥ മൂലം അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് ഈ ബ്രദർ പറയുകയാണ്. അദ്ദേഹം ഇത് കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പറയുക, ക്യാൻസർ, കൊറോണ, നമ്മുടെ നാട്ടിൽ വലിയ വലിയ രോഗപീഠകൾ, ഇതൊക്കെ മാറ്റാനുള്ള, അല്ലെങ്കിൽ അതിന് മാറ്റാനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള വ്യക്തികൾ പലരും ഈ ഭൂമി ജനിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ പലരെയും കൊന്നുകളഞ്ഞും പല കുട്ടികളെ വേണ്ടാന്ന് വെച്ചും, അങ്ങനെ ദൈവം വലിയ അഭിഷേകത്തോടെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ച പലരെയും നമ്മൾ തടഞ്ഞത് മൂലം
അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ദുരിതം നമ്മൾ അനുഭവിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ ഏറ്റവും താഴെയുള്ളതാണ്. ഇപ്പോൾ 2 കുട്ടികളുണ്ടായപ്പോൾ എൻ്റെ അമ്മയും അപ്പനും ഇനി 3ാമതൊരു കുട്ടി വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അച്ഛൻ ഉണ്ടാകുമായിരുന്നോ? ഇങ്ങനൊരു ധ്യാന സെൻറ്ററോ ഇങ്ങനെ ധ്യാന ശുശ്രൂഷകളോ എത്രമാത്രം ഉണ്ടാകുമായിരുന്നോ? അല്ലെങ്കിൽ എന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട കുറേ നന്മകൾ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ? കണ്ടോ, ഇപ്പോൾ എത്രയോ നന്മകളാണ് നമ്മൾ ഈ കുട്ടികളെ കൊന്നു കളയുമ്പോഴും കുട്ടികളെ തടയുമ്പോഴും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയ നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കാനായിട്ട് പോവുക. വചനഭാഗം വായിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 സാമുവേൽ 16-ാം അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ് വായിക്കുക. ഈ വചനഭാഗം വായിക്കുമ്പോഴൊക്കെ ഈ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇന്ന് കർത്താവ് നമുക്ക് ദൈവസ്വരമായി തന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണേ. ആ കുട്ടികളെല്ലാം നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണേ. ഞാനായിട്ടൊരു കുട്ടിയെ വേണ്ടെന്ന് വയ്ക്കാൻ ഇടവരുത്തരുതേ. ഈ പ്രാർത്ഥനയോടെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനും ധാരാളം കുട്ടികളുണ്ടാവാനും അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നമ്മിൽ നിറവേറാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വചനഭാഗം നമുക്ക് ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബേത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ. അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലി അർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ. അനന്തരം അവൻ ജെസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലി അർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു. കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സേ അബിനാദാബിനെ സാമുവേലിന്റെ മുമ്പിൽ വരുത്തി. ഇവനെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവേൽ പറഞ്ഞു. ജെസ്സേ തന്റെ 7 പുത്രന്മാരെ സാമുവേലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്. അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, അവനെ ആളയച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ജെസ്സേ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങൾ
നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ധാരാളം മക്കളെ തരണമേ. ഈ മക്കളെയൊക്കെ നിനക്ക് സമർപ്പിക്കാനുള്ള കൃപ തരണമേ. മക്കളെ സമർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നല്ല നല്ല മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന മക്കളെ ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരത്താൽ ഞങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. തെറ്റായ ബോധ്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവെ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് സ്തുതിക്കാൻ പറയുമ്പോൾ ശക്തമായി സ്തുതിക്കണം. ചേർന്ന് പാടി പ്രാർത്ഥിക്കണം എല്ലാവരും. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. പാവനാത്മാവാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ യേശു. പാവനാത്മാവാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളുയർത്തി സ്തുതിച്ച് ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്തിനെ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരമേ, തിരത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാരം, ഗുണോത്രം, ദുഷ്ദോഷം, പൈശാചി ആക്രമം, പീഡനം, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തു നാമത്തിലും പരിശുദ്ധ കന്യാവിന്റെ സത്യവും മതസ്ഥാനം മികാർ അപ്പ ഗബ്രിയ മലമയുടെ ശക്തമായ സാന്താ സഭശത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണവും കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമല്ല മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:2 മർക്കോസ് 16:5 ഉന്നിയോന 3:8 പിശാചിന്റെ പ്രവചനം നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര പത്രിക വചന സത്യ സകലവിധ പ്രകൃതിക്ഷമ ഇടിമിന്റെ ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാ തർക്കം ഖനങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധ അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം ഇരിപ്പിടാസം യാത്രാ തടസ്സം മരണസം കോടതിയിൽ സാമന്തിയുണ്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യ ചെറുതു രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭ വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കാൻ ജവമാച്ചാൻ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിപ്പത്തിക്കുന്ന പൈശാചിക അന്താശക്തി സാത്താശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാമം ഞാൻ ബന്ധിക്കുന്നു. യേശുനാമത്തെ ബഹിഷ്കരിക്കുന്നു. ചെറുകുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ പ്രവേശിച്ചുവെന്ന് സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സങ്കീർത്തന അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ നൽവരദാനങ്ങൾ നൽകണമേ യേശു, നല്ല വഴിക്കെന്നെ
നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ. നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വിളിയേക്കണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വിളിയേക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഗാനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഏറ്റുപറയുന്ന വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ദൈവവിളിയുടെ അഭിഷേകം നിറയട്ടെ. ദൈവവിളിയുടെ മക്കളെ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ. ശരി, ദൈവവിളിയിലേക്ക് സമർപ്പിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. വിശുദ്ധരായ മക്കളുണ്ടാകട്ടെ. വിശുദ്ധ കൊച്ചുറേസയുടെ സാന്നിധ്യം നിറയട്ടെ. വിശുദ്ധ ലൂയി മാർട്ടിൻ്റെ സാന്നിധ്യം നിറയട്ടെ. വിശുദ്ധ സെലിങ്കിരിൻ്റെ സാന്നിധ്യം നിറയട്ടെ. അവരുടെ മധ്യസ്ഥ ശക്തി നിറയട്ടെ. തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. തെറ്റായ പ്രാർത്ഥനകൾ മാറിപ്പോട്ടെ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലവും സമ്മാനവും. ശിരിരി യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവേന കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. കുട്ടികളുടെ രോഗപീഠകൾ മാറിപ്പോട്ടെ. ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ. ഗർഭസ്ഥ ശിശുക്കളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക, എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശിരിരി ശിരിരി ഹല്ലേലൂയ 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 ശിരിരി. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആരും സ്തുതിപ്പ് നടത്തരുത്. ശക്തമായി സ്തുതിക്കുക. സാധിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവർ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ശിരിരി. കുടുംബങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 3 ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുകയാണ്. ക്യാൻസർ രോഗികളൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുക. സാക്ഷ്യപ്പെടുത്താൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. എപ്പോഴും ചുമയ്ക്കാനുള്ള ടെൻഡൻസി വരുന്ന എപ്പോഴും ഇങ്ങനെ കുത്തി ചുമയ്ക്കാനുള്ള ടെൻഡൻസി വരുന്ന വ്യക്തിക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കഴുത്തുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്തുവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു. ഉപ്പുറ്റി വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നടവരമ്പ് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. സോറിയാസിസ് കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. വലിയ പരിശുദ്ധാത്മാഭിഷേകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കർത്താവ് വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. അമിതമായ ഭയം, പേടി കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ചെവിക്കടി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരുപാട് പേരുടെ ബന്ധനങ്ങൾ ഈ ശുശ്രൂഷയിൽ അഴിയുന്നതായിട്ട് വ്യക്തമായി സന്ദേശം തരികയാണ്. പൈശാചിക പീഡകൾ പല കുടുംബങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ സമയത്ത് വിട്ടുപോയതായിട്ടും കർത്താവ് സന്ദേശം തരികയാണ്. താമസമുള്ള ധ്യാനം കൂടാനുള്ള ശക്തമായ പ്രേരണ കർത്താവ് കൊടുക്കുകയാണ്. എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി താമസമുള്ള ധ്യാനം കൂടാൻ കർത്താവ് ശക്തമായ പ്രേരണ ചില മക്കൾക്ക് തരുന്നതായിട്ട് കാണിക്കുകയാണ്. ആശ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചക്കുറവ് കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. കാഴ്ചക്കുറവുള്ളവരെ പ്രാർത്ഥിക്കുക. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ശക്തമായ സന്ദേശം തരികയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില മക്കൾക്ക് കർത്താവ് ശാന്തത നൽകി അനുഗ്രഹിക്കുകയാണ്. വിനീത ഹൃദയം നൽകി അനുഗ്രഹിക്കുകയാണ്. ശാന്തത, വിനീത ഹൃദയം. ഈശോയ്ക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ ശാന്തത, വിനീത ഹൃദയം. ഇത് നൽകി കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില മക്കൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം, അഹങ്കാര ചിന്തകൾ, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. തലച്ചോറ് സംബന്ധമായ രോഗമുള്ള വ്യക്തി പ്രാർത്ഥിച്ചോ. തലച്ചോറ് സംബന്ധമായ രോഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. രക്തവാതം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും വയർ അപ്സെറ്റ് ആവുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ട് വരുന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ശ്വാസകോശത്തിൽ അണുബാധയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജോലി തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുകയാണ്. ജോഷിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ശക്തമായ ബോഡി പെയിൻ ഉള്ള ഒരു മകളോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കറുത്ത വണ്ടിന്റെ ശല്യത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. സർജറി കഴിഞ്ഞ് ബയോപ്സി റിസൾട്ടിന് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. മീൻ കൃഷി ചെയ്യുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക കടബാധ്യതയിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കാണിക്കുന്നു. ആ വീട്ടിൽ ആരോ കടപ്പെട്ട ദിവസങ്ങളിൽ പോലും വിശുദ്ധ കുർബാന മുടക്കാറുള്ളതായിട്ട് കാണിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. തിമിരമുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലിസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജപ്തി നോട്ടീസ് വന്ന് കണ്ണീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഇടപെടുന്നുണ്ട്.
ഹാർട്ട് ബീറ്റ് കൂടുതലുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ദന്ത ഡോക്ടറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പൂജ എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം തരുന്നു. ഡയാലിസിസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു കിഡ്നി രോഗിക്ക് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അൽഫോൺസ എന്ന മകളുടെ മൂത്രത്തിക്കല്ല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിവാഹം മുടങ്ങിപ്പോയതിന്റെ വിഷമത്തിലായിരിക്കുന്ന മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹെർണിയ ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിക്കൻ കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മഞ്ഞപ്പിത്തം മൂലം ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സുജ എന്ന മകളുടെ ആർത്രൈറ്റിസ് രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോസ് എന്ന മകന്റെ സോറിയാസിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വായിൽ അൾസർ ഉള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കുഴിനകം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വെള്ളപ്പാണ്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്റ്റീഫനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തടസ്സം എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ചെവിക്ക് കേൾവിക്കുറവുള്ള ഒരു ആൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. എയ്ഡൻ എന്ന പേരും കർത്താവ് തരുന്നുണ്ട്. യൂട്രസ് ഇറങ്ങി വരുന്ന രോഗാവസ്ഥയുള്ള ഒരു സഹോദരിയോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. അലർജിയെ തുടർന്ന് മൂക്കിലെ സ്പ്രേ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജിപ്സിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 4 തവണ അബോർഷനായി പോയ ഒരു മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്തായിരിക്കുന്ന മാഗി എന്ന സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സാറയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ പരിസ്ഥാത്മ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹാലലിയ ഹാലലിയ പറഞ്ഞ് സ്തുതിച്ചേ. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവിലേക്ക് നോക്കി സ്തുതിക്കുന്നു കർത്താവേ. ശക്തമായി സ്തുതിക്കുന്നു. എൻ്റെ പേര് വത്സമ്മ. ഞാൻ മണമുളി നെരുവാലമുണ്ട ഇടവകയിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ എൻ്റെ കണ്ണിൻ്റെ പോളയുടെ ഉള്ളിൽ ഒരു കുരു വന്നു. അത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പൊട്ടിച്ചു. ഒരാഴ്ചയായിട്ടും ബ്ലഡ് വരവ് നിന്നില്ല. ഞങ്ങൾ വേറെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ ഒരാഴ്ചത്തേക്കുള്ള തുള്ളിമരുന്ന് ഒഴിക്കാൻ തന്നു. എന്നിട്ട് പറഞ്ഞു കുറവില്ലെങ്കിൽ കോഴിക്കോട് കോംട്രസ്റ്റിൽ കൊണ്ടുപോയി ബയോപ്സി ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. ജൂൺ 27 വെള്ളിയാഴ്ച ഞങ്ങൾ കോഴിക്കോട് പോയി. 28 ശനിയാഴ്ച 6:30 ദൈവവചന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ജോമോനെയും ജോമോൻ്റെ അമ്മയും ഈശോ തൊട്ടനുഗ്രഹിക്കുന്നതെന്ന്. ജോമോന് ലേശ സ്ഥലവും ഒരു വീടും കൂടെ അന്ന് തന്നെ വാങ്ങാൻ പറ്റിയായിരുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന്. പിറ്റേ ദിവസം മുതൽ എൻ്റെ കണ്ണിൽ നിന്നുള്ള ബ്ലഡ് വരവ് നിന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ കിട്ടിയതാണ് കേട്ടോ. വചന ഏറ്റു പറഞ്ഞ് ചേച്ചി ഡേറ്റ് ഓർക്കുന്നുണ്ടോ? 28 മാസം ജൂൺ 28. ജൂൺ 28 ദൈവവചന ശുശ്രൂഷയിലാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ? മകന് കിട്ടിയ അനുഗ്രഹം വീട് വാങ്ങാൻ പറ്റിയിരുന്നു അല്ലേ? ലക്ഷ സ്ഥലവും വീടും കൂടെ വാങ്ങി. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ 2 കാലിൻ്റെയും തള്ളവരിൽ നഖത്തിന് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോയ വെഞ്ചരിച്ച് ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. മൂന്നാമത്, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോയ കല്ലുപിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും നല്ല സാക്ഷിയാണ് കേട്ടോ. കാര്യങ്ങൾ അടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായി